ഗോത്രകലകളെ സ്കൂൾ കലോത്സവ മത്സര ഇനമാക്കുന്നത് പരിഗണനയിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊല്ലം ആശ്രമ മൈതാനത്തെ മുഖ്യവേദിയിൽ 62ാം സംസ്ഥാന സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മംഗലംകളി പ്രദർശന ഇനമായി ഉൾപ്പെടുത്തി പുതിയൊരു തുടക്കം കുറിക്കുകയായിരുന്നു ഇത്തവണ കൊല്ലത്ത് ആരംഭിച്ച സംസ്ഥാന സ്കൂൾ കലോത്സവം. മംഗലം കളി പ്രദർശന ഇനമായി ഉൾപ്പെടുത്തി പുതിയൊരു തുടക്കം കുറിക്കുകയായിരുന്നു ഇത്തവണ കൊല്ലത്താരംഭിച്ച സംസ്ഥാന സ്കൂൾ കലോത്സവം. ജനകീയ കലാരൂപങ്ങൾക്കൊപ്പം പ്രാക്തന കലകളുടെയും സംഗമമാണ് കലോത്സവത്തെ വേറിട്ട് നിർത്തുന്നത്. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള പ്രതിരോധത്തിനുതകുന്ന കലാരൂപങ്ങൾ ഒരുക്കാൻ കുട്ടികൾ ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ സ്കൂൾ കലോത്സവം 1957 ആരംഭിച്ചത് ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവമായി മാറിയെന്നത് ഇവിടെ പ്രസ്താവിച്ചു. അധ്യാപകർ അതിന് പിന്തുണയേകണം. കലാപ്രവർത്തനം നടത്തുന്നതിന് സാമ്പത്തിക പ്രയാസം നേരിടുന്ന പ്രതിഭകളെ സംരക്ഷിക്കാൻ വിപുല സംവിധാനം വേണം. സാംസ്കാരിക വകുപ്പിനും ജനകീയ സമിതികൾക്കും ഇക്കാര്യത്തിൽ വലിയ പങ്കുവഹിക്കാനാകും. ശുദ്ധമായ കലയും അതിന് ഭംഗം വരുത്താത്ത സാമൂഹ്യതയുള്ള ഉള്ളടക്കവുമാണ് കലോത്സവത്തിൻ്റെ സവിശേഷത. കല പോയിന്റ് നേടാനുള്ള ഉപാധിയായി കാണുന്ന പ്രവണത അവസാനിപ്പിക്കണം. പങ്കെടുക്കലാണ് പ്രധാനം. കൗമാര മനസ്സുകളെ അനാരോഗ്യകരമായ മത്സരബോധത്തിലൂടെ കലുഷിതമാക്കരുത്. രക്ഷകർത്താക്കളുടെ മത്സരമല്ലിത് എന്ന ബോധ്യം വേണം. ഇത് പിന്നിലാകുന്നവർ നാളെ മുന്നിലെത്തുന്നതാണ് ചരിത്രം. വിജയികളാകുന്ന എത്ര പേർ കലാരംഗത്ത് തുടരുന്നുവെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗത്തിന് കുട്ടികൾ തയ്യാറാകരുത്. നാനാത്വത്തിൽ ഏകത്വമെന്ന സുപ്രധാന മൂല്യം തകർക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ജാഗ്രത വേണം. വൈവിധ്യങ്ങൾ തന്നെയാണ് പ്രധാനം. അതുതന്നെയാണ് കലോത്സവങ്ങളുടെ പ്രസക്തിയേറുന്നതിന് കാരണമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഫലപ്രഖ്യാപനം വരെ നീളുന്ന കുറ്റമറ്റ സംഘാടനമാണ് കലോത്സവത്തിൽ ഉറപ്പാക്കിയിട്ടുള്ളതെന്ന് അധ്യക്ഷനായ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. മികച്ച സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പരാതിരഹിതമായി കലോത്സവം പൂർത്തിയാക്കാനാകും. കലോത്സവ മാനുവൽ അടുത്ത വർഷം പരിഷ്കരിക്കുന്നത് പരിഗണനയിലാണ്. പരമ്പരാഗത കലകൾ കൂടുതലായി ഉൾപ്പെടുത്തുന്നതിനും ശ്രമിക്കും. വിജയികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്നത് ഉറപ്പുവരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ കൂടിയായ ജില്ലയുടെ ചുമതലയുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ മത്സര ഇനങ്ങളുടെ വൈപുല്യം കലോത്സവത്തിന് മാറ്റുകൂട്ടുന്നുവെന്ന് പറഞ്ഞു. മേളയുടെ സമ്പൂർണ്ണ മികവിന് എല്ലാവരുടെയും സഹകരണം അനിവാര്യമാണ്. കേരളീയം പോലുള്ള പരിപാടികളിലൂടെ ഐക്യവും സമാധാനവും ഉറപ്പാക്കാനായ പശ്ചാത്തലത്തിൽ അത്തരം പരിപാടികൾ തുടർന്ന് സംഘടിപ്പിക്കാനാകുമെന്നും വ്യക്തമാക്കി. മന്ത്രിമാരായ K രാജൻ, J ചിഞ്ചുറാണി, KB ഗണേഷ് കുമാർ, MP-മാരായ NK പ്രേമചന്ദ്രൻ, അഡ്വക്കേറ്റ് AM ആരിഫ്, കൊടിക്കുന്നിൽ സുരേഷ്, MLA-മാരായ M മുകേഷ്, M നൌഷാദ്, GS ജയലാൽ, കോവൂർ കുഞ്ഞുമോൻ, ഡോക്ടർ സുജിത് വിജയൻപിള്ള, PS സുപാൽ, PC വിഷ്ണുനാഥ്, CR മഹേഷ്, മേയർ പ്രസന്ന എണസ്റ്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി റാണി ജോർജ്, ഡയറക്ടർ S ഷാനവാസ്, ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു, ചലച്ചിത്ര താരങ്ങളായ ആശാ ശരത്ത്, നിഖില വിമൽ, സാമൂഹിക സാംസ്കാരിക നേതാക്കൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.